ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റിനായി കാത്തിരിക്കുന്നത് ഊഴം കാത്തിരിക്കുന്ന രണ്ടുപേരാണ്. അത് പത്മകുമാറും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും. അവർക്കെതിരെയുള്ള കൃത്യമായി തന്നെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തന്നെയുണ്ട് കടകംപള്ളിക്കും അതോടൊപ്പം തന്നെ ഈ പ്രശാന്തിനും വാസവനുമെതിരെ. പക്ഷെ അതൊന്നും കൃത്യമായി തന്നെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ ഇവർ തയ്യാറാകുന്നില്ല, പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. പക്ഷെ അവർക്ക് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അത് എന്തായാലും ഒരു അവസാനം കാണുമല്ലോ. അവസാന ഘട്ടത്തിൽ കോടതികൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ എന്തു വന്നാലും ഇവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അറസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ CPM-നെ കാത്തിരിക്കുന്നതോ ചരിത്രത്തിലേക്ക് ആ പാർട്ടി മറയും. ആ ഒരു അവസ്ഥയിലേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പലർക്കും സംശയം കാണും. പക്ഷെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം 2019 തിരഞ്ഞെടുപ്പ് തന്നെയാണ്. CPM ഒരു സീറ്റിലേക്ക് ചുരുങ്ങുന്നു. പിന്നീട് അവിടെ നിന്ന് കരകയറാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അത് ആ സമയത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഒരു പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നാം എന്താണ് കണ്ടത്? കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാ പാർട്ടി ഗ്രാമങ്ങളിലേക്കും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് തെക്കൻ കേരള